കൊല്ലത്ത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. പോലീസ് അന്വേഷണത്തിലെ മെല്ലപ്പോക്കിനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് നടപടി. സഹപ്രവർത്തകനും ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷനും ആത്മഹത്യയിൽ പങ്കുണ്ടെന്ന് കുടുംബം പരാതി നൽകിയിരുന്നു. കൊല്ലം പരവൂർ അസിസ്റ്റന്റ് പ്രോസിക്യൂട്ടർ എസ് അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസെടുത്ത് ദിവസങ്ങൾ പിന്നിട്ടിട്ടും അന്വേഷണം എങ്ങുമെത്താത്തത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണം കൊല്ലം സിറ്റി ക്രൈംബ്രാഞ്ചിന് കൈമാറിക്കൊണ്ട് കമ്മീഷണർ ഉത്തരവിറക്കിയത്. ACP സക്രിയ മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. അനീഷയ്ക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും കടുത്ത മാനസിക പീഡനമുണ്ടായെന്നും അനീഷയുടെ അമ്മ. കൊല്ലത്തുള്ള DDPയുടെ കാര്യമാണ് എന്നോട് പറഞ്ഞത്. ആ DDP അന്ന് ഒരുപാട് ആക്ഷേപിക്കുകയും മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അന്നത്തെ ദിവസമാണ് അവൾ തീർത്തും തകർന്നു പോയത്. അവർക്ക് ജോലി ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർ മുങ്ങി നടക്കും. ഞങ്ങൾക്ക് നീതി കിട്ടണം, ഇങ്ങനെ എൻ്റെ കൊച്ചിനെ ഉപദ്രവിച്ചവർക്ക് അതിന് ശിക്ഷ കിട്ടണം. കേസ് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരുന്നു. ആരോപണ വിധേയരെ സസ്പെൻഡ് ചെയ്ത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നേരിട്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് കൊല്ലം ബാർ അസോസിയേഷൻ ഇന്ന് കോടതി നടപടികൾ ബഹിഷ്കരിച്ചു. 24 കൊല്ലം.